ശ്രീ വിൻസെന്റ് സേവ്യർ ഉണ്ട്. ശ്രീ വിൻസെന്റ് സേവ്യർ, അന്ന് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി താങ്കളും ഉണ്ടായിരുന്നു. ഈ മാപ്പ് ലഭിച്ചവരുടെ കൂട്ടത്തിലും താങ്കളുണ്ടോ? താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചു, പക്ഷെ എനിക്ക് തോന്നി താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ. ഇല്ല, ഞാൻ ആ കേസിന്റെ കാര്യമാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷെ എനിക്കെതിരെ കേസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു നിയമവും തിരിച്ചിട്ടില്ല, ഞാനൊരു വയലൻസ് ഉണ്ടാക്കിയിട്ടില്ല, എനിക്കെതിരെ കേസ് ഉണ്ടായിട്ടുമില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് മീഡിയയുടെ. പക്ഷെ സാറ് പറഞ്ഞ ടി കെ നായർ സാർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനോട് ഒരു പോയിന്റ് ഈ സമയത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാരീസ് പ്രോട്ടോക്കോളിന്റെ കാര്യം പറഞ്ഞു. ഈ പാരീസ് പ്രോട്ടോക്കോൾ എന്തുകൊണ്ടാണ് ട്രംപ് അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് ആൾക്കാർ മനസ്സിലാക്കണം. അതായത് ഇന്ന് തന്നെ അമേരിക്ക പാലിക്കപ്പെടേണ്ട, അമേരിക്ക ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും ചെയ്യേണ്ടത് 10-15 വർഷം കഴിഞ്ഞിട്ടാണ്. ഇത്ര പെർസെൻറ്റേജ് കാറുകളുടെ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് തുടങ്ങി അമേരിക്ക നടപ്പാക്കണം. അതായത് 10 വർഷത്തേക്ക് ഞങ്ങൾ കൈയും കിട്ടിയിരുന്നോളാം, ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ ഡെവലപ്പ് ചെയ്തോളൂ, അടുത്ത 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഈക്വൽ ആവും എന്നുള്ളൊരു സമീപനം. അതെങ്ങനെ ഒരു അമേരിക്ക സെൻട്രിക് ആയിട്ടൊരു പൊളിറ്റീഷ്യൻ അത് അംഗീകരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളുടെ എല്ലാ സൈഡും മനസ്സിലാക്കണം. അമേരിക്കയുടെ സൈഡ് മനസ്സിലാക്കിയാൽ ഇത് വളരെ ക്ലിയർ ആണ്. അത് ഫെയർ അല്ല, പാരീസ് പ്രോട്ടോകോൾ ഫെയർ അല്ല. അമേരിക്ക ഇന്ന് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യം ചെയ്തുകൂടാ? ട്രാൻസ്ജെൻഡർ ആണെങ്കിലും എന്താണെങ്കിലും അമേരിക്കൻ മിലിറ്ററിയിൽ ട്രാൻസ്ജെൻഡർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ മിലിറ്ററിയിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡറിനെ കയറ്റിക്കൂടാ? അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഫെയർനെസിന്റെ ആംഗിളിൽ നിന്നാണ്. ഇപ്പോ അമേരിക്കയുടെയും മെക്സിക്കോയുടെയും ബോർഡർ കൺട്രോൾ ചെയ്യുന്നത് സൗത്ത് അമേരിക്കൻ കാർട്ടൽസ് ആണ്. മെക്സിക്കൻ ഗവൺമെന്റും അല്ല, അമേരിക്കൻ ഗവൺമെന്റും അല്ല. ഇത് നമുക്ക് തന്നെ ക്രിമിനൽ ഗാങ്സ്, ക്രിമിനൽ കാർട്ടൽസ്, ആൻഡ് ദേ ആർ വെരി പവർഫുൾ. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെതിരായിട്ട് ട്രംപ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആംഗിൾ മനസ്സിലാക്കാതെ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഇല്ല. ബിക്കോസ് അമേരിക്കൻ ജനങ്ങൾക്ക് മനസ്സിലായി ഇത്രയും നാൾ ഞങ്ങൾ കബളിക്കപ്പെടുകയായിരുന്നു, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയും, ട്രംപ് ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ പുള്ളി ചെയ്തതിന്റെ റിസൾട്ടിനേക്കാൾ ഉപരി അമേരിക്കൻ ജനത, അമേരിക്കൻ ഭരണകൂടത്തിലെ കുറവുകളും പോരായ്മകളും അവർ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളും അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ശരി, വിൻസെന്റ് സേവ്യർ, ഒരൊറ്റ നിമിഷം. ആദമിലേക്ക് ഞാൻ ആദം. യെസ്, എനിക്കതിലൊരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞതിൽ, അതായത് US മിലിറ്ററിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറഞ്ഞ പോളിസികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മിലിറ്ററിയിൽ കൊണ്ടുവന്നുകൂടാന്നുള്ളത്. ഇപ്പോൾ ഏവിയേഷൻ മേഖലയിൽ ഒരു കാര്യം പറയാം. FAAയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നിയമം പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പൈലറ്റുമാർക്ക് ഫ്ലൈ ചെയ്യാനുള്ള മാർഗനിർദ്ദേശം കൊണ്ടുവരുന്നത്. അതായത് അമേരിക്കയുടെ ഒരു പോളിസി ആയിരുന്നു അത്. അപ്പം അത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഞാനായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പൈലറ്റ് ആയിരുന്നു ഞാൻ. അപ്പം അതിനുവേണ്ടി FAAയുടെ അഡ്മിനിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്തത് തന്നെ. പിന്നെ ഞാൻ ഫ്ലോറിഡയിൽ ഉള്ള ഗേ പൈലറ്റ് അസോസിയേഷൻ്റെ ഒരു മെമ്പറും കൂടിയാണ്. അപ്പോൾ അമേരിക്കൻ മിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ ഫിറ്റായിട്ടുള്ള അമേരിക്കൻ മിലിറ്ററിയിൽ ഫിറ്റായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ മിലിറ്ററിയിൽ വേണ്ട എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള റൈറ്റ്, അവരുടെ സ്വത്വം, അവരുടെ ഐഡന്റിറ്റി, അവരുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് എവിടെയും ഇപ്പോൾ ഈ പറയുന്ന ചർച്ചയിലാണെങ്കിലും മറ്റുള്ളവർ ആരും ഇത് അഡ്രസ്സ് ചെയ്ത് കണ്ടില്ല. ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അയാളുടെ സ്വത്വം തുറന്നു പറയാനുള്ള അവകാശം, അയാൾക്ക് അയാളുടെ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം, ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഇതൊക്കെ പറയുന്നത് അവിടെ അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള അമേരിക്കയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ അവകാശം ഇല്ലാതാക്കുന്നത്. ആദം ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ആദം പറയുന്നത് പോലുള്ള കൺസേൺ ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും അമേരിക്കൻ മിലിറ്ററിയിൽ നിന്നും ഏബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡറിനെ പുറത്താക്കാനായിട്ട് ട്രംപിന് സാധിക്കില്ല അമേരിക്കയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട്. ട്രംപ് പറയുന്നത് ഇത്രേ ഉള്ളൂ, XX ക്രോമസോംസും XY ക്രോമസോംസും ആണ് ഒരു മനുഷ്യന്റെ ജനന സമയത്തുള്ള അയാളുടെ ലിംഗനിർണ്ണയം നടത്തുന്നത്. അതിലപ്പുറം ഒരു സ്പെഷ്യൽ സെലിബ്രേഷൻ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അമേരിക്കൻ മിലിറ്ററിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയം കഴിഞ്ഞു. അതാണ് അല്ലെ, ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 49.5% സ്ത്രീകളും 49.5% പുരുഷന്മാരും ഉള്ളൂ. 1% ഓഫ് ടോട്ടൽ ഹ്യൂമൻ പോപ്പുലേഷന് പലതരത്തിലുള്ള ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ഉള്ളവരാണ്. അവരെ ഇന്റർസെക്സ് പരിഗണിച്ചേ